ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെഡി ടു വെയർ സാരിയിൽ ബ്ലൗസും കൂടെ അറ്റാച്ച് ആയിട്ടുള്ള സിബ് ആൻഡ് സാരി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാരിയുടെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് സാരി റെഡി ടു വെയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്ലൗസ് പാർട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാരിക്കും ബ്ലൗസിനും വേണ്ടി ഇവിടെ കസ്റ്റമർ നമുക്ക് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രൈപ്സ് വരുന്ന ഷിഫോൺ മോഡൽ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് സാരിക്ക് വേണ്ടുന്ന 5.5 മീറ്റർ ആദ്യം മെഷർ ചെയ്ത് അളന്നെടുക്കാം. അപ്പോൾ സാധാരണ റെഡി ടു വെയർ സാരിക്ക് നമ്മൾ അരഭാഗത്ത് പടിയൊക്കെ കൊളുത്തൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ കൊടുത്തേക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്തേക്കാം കേട്ടോ. അപ്പം അതിന് നമ്മൾ ആ സാരിയിൽ സാധാരണ നമ്മൾ അരഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പടിയൊക്കെ കൊടുത്ത് ചെയ്യുകയാണ് ചെയ്യണം. അതിന് പകരം ഈ പടി കൊടുക്കാതെ ബാക്കി സാരി ഒക്കെ ചെയ്യുന്നത് ഏകദേശം ഒരേ ഇതിൽ തന്നെയാണ്. ആ പടി കൊടുക്കാതെ നമുക്ക് ബ്ലൗസിൻ്റെ അടിഭാഗത്ത് നമ്മൾ പടി കൊടുക്കാതെ അതിലേക്ക് സാരി അറ്റാച്ച് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലൗസിനായിട്ട് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ അറിയാത്തവർക്കും കൂടി ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് സാരി കട്ട് ചെയ്ത് ആദ്യം മാറ്റിയെടുക്കാം. 5.5 മീറ്റർ സാരിയാണ് നമ്മൾ സാരിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 5.5 മീറ്റർ അളന്ന് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ബ്ലൗസ് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ലൈനിങ് അളവൊക്കെ നോക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന് നമ്മൾ ഫസ്റ്റ് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പോടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്ന ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അളവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ തയ്യൽ തുമ്പ് ലൂസും ഒക്കെ ആഡ് ചെയ്ത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ ഇവിടെ 11.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ മെഷർമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 6.5 ആം ഹോള്, 6.5 ഷോൾഡർ, അതാണ് കേട്ടോ മാർക്കിങ്. പിന്നെ കഴുത്തിൻ്റെ അകലം 2.5 എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് നെക്കിന് ഇറക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചെടുത്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ്റെ കട്ടിങ് നമ്മൾ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഡയറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പീസ് നമ്മളൊരു പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഇത്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ പോർഷൻ ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് വെച്ച് എല്ലാ ഭാഗവും ലെവലാക്കി കൊടുത്ത് പേപ്പറിലേക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടിഭാഗത്ത് 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 1.5 ഇഞ്ച് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ ഫ്രണ്ടിൽ ടക്കൊക്കെ വരാനുള്ളതല്ലേ, അപ്പോൾ 1/2 ഇഞ്ച് ലൂസും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സൈഡ് പോർഷൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ബാക്കിയെല്ലാം നമ്മുടെ ലൈനിങ് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്കിനകലം നമ്മൾ സെയിം ഫ്രണ്ടിലും 2.5 തന്നെയാണ് എടുക്കുന്നത്. 6 ഇഞ്ചസ് ആണ് ലെങ്ത്ത് എടുക്കുന്നത്. അതുപോലെ റൗണ്ട് നെക്കായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് നെക്കും അകലവും അളവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇനി ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രിൻസസിൻ്റെ അളവ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നിപ്പിൾ പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത് കണ്ടെത്തുക. ആ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതുപോലെ സെൻറ്റർ പോർഷനിൽ നിന്ന് നിപ്പിളിൻ്റെ അകലം എത്രയാണോ അതിൻ്റെ ഹാഫ് കണ്ട് മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ നിപ്പിൾ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ആം ഹോള് വരച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. സെൻറ്റർ പോർഷൻ ഇതുപോലെ വളച്ച് കട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് റഫായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണായിട്ട് ഹുക്ക് പിടിപ്പിക്കാൻ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ച് തള്ളിട്ട് കൊടുത്തിട്ടാണ് പേപ്പർ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസസിൻ്റെ പീസസ് ജോയിൻ ചെയ്യുന്ന പോർഷനിലും 1/2 ഇഞ്ച് തള്ളിട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. എക്സ്ട്രാ 1/2 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേപ്പറിൽ ഈ പ്രിൻസസ് കട്ട്
ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് പോർഷനും അതുപോലെ തന്നെ ഇതുപോലെ പേപ്പറിൽ സെയിം അളവിലെടുക്കാം. ആ ഫ്രണ്ടിൽ നമ്മൾ പീസ് ജോയിൻ ചെയ്യുന്നതോടെ മാത്രം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ തള്ളിയിട്ട് കൊടുത്തിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അങ്ങനെ എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രിൻസസ് കട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോള് നമുക്ക് അളവനുസരിച്ച് സ്ലീവും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ ആം ഹോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കട്ടിങ് കൊടുത്ത് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസിൽ നമ്മൾ കട്ടിങ് ചെയ്ത എല്ലാ പീസുകളും വെച്ചിട്ട് നല്ല പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിന് അങ്ങനെ പ്രത്യേകിച്ച് തയ്യൽ കാണിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. പീസുകൾ ജോയിൻ ചെയ്തെടുക്കുക, അതിനുശേഷം ഫ്രണ്ടിൽ ഹുക്കും ഒക്കെ പിടിപ്പിച്ചെടുക്കുക. ഫ്രണ്ടിൽ ഒരു പടി കൊടുത്ത് നമ്മൾ സാധാരണ ബ്ലൗസിന് ചെയ്യും പോലെ കൊളുത്തൊക്കെ പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയ പോലെ അതുപോലെ പീസുകൾ ജോയിൻ ചെയ്തെടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവ് പിടിപ്പിച്ച് എടുക്കുക. സ്ലീവ് പിടിപ്പിച്ചെടുത്ത് സൈഡ് ഷേപ്പ് ചെയ്തെടുക്കണം വരെ സാധാരണ ഒരു ബ്ലൗസിൻ്റെ പോലെ തന്നെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നെക്കിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പടികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ചിങ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, റഫായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇനി നമുക്ക് സാരി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മുന്താണിയുടെ അളവ് ഒരു 2.25 മീറ്റർ, അതായത് ഒരു 84 ഇഞ്ച് അല്ലെ 88 ഇഞ്ചൊക്കെ ആണ് നമ്മൾ മുന്താണിയുടെ അളവ് എടുക്കുന്നത്. ഇതിൽ മുന്താണിയും നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്ന ആ പോർഷനും കൂടെ വരും കേട്ടോ. അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇടണ അളവ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നമ്മൾ ലെങ്ത്ത് നമ്മൾ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ അളവൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ബാക്കി പോർഷൻസ് എല്ലാം ഒരുമിച്ച് എടുത്ത് ഇതുപോലെ മടക്കി എടുക്കുക കേട്ടോ. നമുക്ക് ടോട്ടൽ ലെങ്ത്ത്, സാരിയുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കണം. കാരണം ഇത് ബ്ലൗസിലേക്ക് അറ്റാച്ച് ആക്കി കൊടുക്കാനുള്ള ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നമുക്ക് താഴെ വരെയുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുക്കണം. അതിനേക്കാളും ഒരു 1.5 ഇഞ്ച്, 1 ഇഞ്ച് നമുക്ക് ഒരു എക്സ്ട്രാ വേണം. നമ്മൾ ചെരുപ്പൊക്കെ ഇടുമ്പോൾ നിലത്ത് മുട്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. പിന്നെ ബ്ലൗസിലേക്ക് അറ്റാച്ച് ആക്കി കൊടുക്കാനുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുക്കണം. അപ്പോൾ അതോടെ കണക്ക് കൂട്ടിയിട്ട് ലെങ്ത്തിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ സാധാരണ സാരി ഉടുക്കുമ്പം സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന പോർഷനാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് എടുത്തിട്ട് വേണം ബ്ലൗസിന് അവിടെ നിന്ന് തൊട്ട് ലെങ്ത്ത് എടുത്തിട്ട് വേണം ഇത് കട്ടാക്കി കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷൻ്റെ ആ ഭാഗത്തുനിന്ന് തൊട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലുള്ള പ്ലീറ്റ്, നമ്മൾ ഉടുക്കുന്നതിൻ്റെ ആ ഭാഗത്തുള്ള പ്ലീറ്റ് നമുക്ക് എടുത്ത് തുടങ്ങാം. അപ്പോൾ അത് 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുക്കുന്നത്. 5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ഓരോ പ്ലീറ്റും എടുക്കുകയാണ്. ഒരു കുറഞ്ഞത് 5 പ്ലീറ്റെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കറക്റ്റ് അളവ് വെച്ച് പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഷിഫോൺ പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് മുകൾ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഒന്ന് കുടഞ്ഞ് വിടർത്തി കഴിയുമ്പം ആ പ്ലീറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ പ്ലീറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് 5 ഇഞ്ച് വീതിയിലെടുത്താൽ മതി. എടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് അതൊന്ന് സ്റ്റിച്ചാക്കി കൊടുക്കാം. അപ്പം പിന്നെ നമുക്ക് പിന്നീട് തയ്ക്കുമ്പം എളുപ്പമുണ്ട്, അത് വിടർന്നു പോകാതിരിക്കും. അപ്പോൾ അതൊന്ന് മുകൾ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ വീതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോർഷനും ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുത്ത് ആ പ്ലീറ്റിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പോർഷൻ ഞാനൊന്ന് തയ്ക്കുമ്പോൾ പറയാം. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മുന്താണിയുടെ പോർഷനും പിന്നെ ഉടുക്കുന്ന ഭാഗത്തെ പോർഷനും ഒന്ന് നമുക്ക് ചെറുതായിട്ട് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ബാക്കി വരുന്ന ഈ പോർഷനാണ് നമ്മൾ ബ്ലൗസിൻ്റെ അടിഭാഗത്തേക്ക് അറ്റാച്ചാക്കി കൊടുക്കുന്നത്. അപ്പം ബ്ലൗസിൻ്റെ വണ്ണം അരവണ്ണം എത്രയാണ് നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ സാരിയുടെ 2 സൈഡും, ഉടുക്കുന്ന ഭാഗത്തെ സൈഡും അതുപോലെ മുന്താണിയുടെ പോർഷനും മടക്കി അടിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഹാങ്ങിങ് ലേസൊക്കെ ഉണ്ടല്ലോ, ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ലേസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ സാരിയുടെ മുന്താണിയുടെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ കുറച്ച് വീതി കട്ട് ചെയ്ത് കളഞ്ഞപ്പം ആ സാരിയുടെ മുന്താണിയുടെ പോർഷൻ്റെ അറ്റത്ത് ഇതുപോലൊരു വീതിയുള്ള പോർഷൻ പ്ലെയിനായിട്ട് അവിടെ നിൽക്കുമല്ലോ, അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറിയ പ്ലീറ്റ് പോലെ എടുത്ത് മടക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ആ വലിയ പ്ലീറ്റ് അടിച്ചു വെച്ചിട്ടില്ലേ അതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പം അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ പോർഷൻ ഒന്ന് ഇതുപോലെ ചെറുതാക്കി കൊടുത്ത് ഒന്ന് അടിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ കൊളുത്ത് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, കൊളുത്ത് വരുന്ന പോർഷനാണ് ഈ പ്ലീറ്റ് വരുന്നതിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അരവണ്ണം അതുപോലെ കൈയുടെ വണ്ണമൊക്കെ നോക്കി കറക്റ്റായിട്ട് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അരവണ്ണം നമ്മൾ അളന്നെടുത്തിട്ട് അത്രയും ഉണ്ടോ എന്ന് നോക്കുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി വണ്ണം നോക്കി ഷേപ്പ് ചെയ്തെടുക്കാം. കൈയുടെ അടിഭാഗത്തുള്ള വണ്ണം അതുപോലെ മുകൾ ഭാഗത്തുള്ള വണ്ണമൊക്കെ നോക്കി ആഡ് ചെയ്ത് അതിൻ്റെ ബോഡിക്ക് വേണ്ടുന്ന ലൂസും കൊടുത്ത് ആഡ് ചെയ്ത് സ്റ്റിച്ചാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലൗസ് കറക്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മളത് സാരിയിലേക്ക് കൊടുത്ത് അറ്റാച്ചാക്കി കൊടുക്കുന്നത്. അപ്പോൾ സാരിയുടെ ബ്ലൗസിൻ്റെ കൊളുത്ത് വരുന്ന പോർഷൻ സാരിയുടെ പ്ലീറ്റ് വരുന്ന പോർഷനിൽ വെച്ച് കൊടുത്ത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കുറച്ച് ഏരിയ ഒന്ന് പ്ലെയിനായിട്ട് തയ്ച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗം പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. സാരി ഉടുക്കുമ്പോഴായാലും നമ്മൾ ചെറിയ നുറവ് പോലെ ഇട്ട് കൊടുത്തിട്ടാണല്ലോ സാരിയുടെ ബാക്ക് പോർഷൻ ഉടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ കൊളുത്ത് വെക്കുന്ന പോർഷൻ പ്ലീറ്റ് വെക്കുന്ന പോർഷനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പോർഷൻ സാരിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് അറ്റാച്ചാക്കി കൊടുക്കുക. അതിനുശേഷം സാരിയുടെ മറ്റേ പടി ഉണ്ടല്ലോ ആ ഭാഗം വന്നു കഴിഞ്ഞിട്ട് ഒരു 10-15 ഇഞ്ചോളം ഫ്രീ ആയിട്ട് സാരി കിടക്കണം കേട്ടോ. നമുക്കതൊന്ന് ഉടുത്ത് ഉള്ളിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് 2 ചെറിയ വള്ളികൾ അടിച്ചെടുക്കണം കേട്ടോ. സാരി കെട്ടി അരഭാഗത്തൊന്ന് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ചെറിയ വള്ളികൾ അടിച്ചെടുക്കണം. അതപ്പോൾ ഒന്ന് നമ്മൾ ഈ ഉടുക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ പ്ലീറ്റ് വരുന്ന പോർഷൻ, നമ്മളിപ്പോൾ സാരിയുടെ ഹുക്ക് വരുന്ന ബ്ലൗസിൻ്റെ ഹുക്ക് വരുന്ന പോർഷനിൽ നമ്മളിത് അടിച്ചു തുടങ്ങണുണ്ടല്ലോ ആ പോർഷനിൽ ഒന്ന് വെക്കാം. പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ സാരിയിൽ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പം ബ്ലൗസ് എവിടെയാണോ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ്റെ നടുഭാഗമൊക്കെ ആയിട്ട് ഏകദേശം ആ നടുഭാഗമൊക്കെ ആയിട്ട് ഒന്ന് ഒരു വള്ളിയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് ഉടുക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ആ വള്ളിയുടെ യൂസ് എങ്ങനെയാണ് വരുന്നത്, ആ വള്ളി എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ബാക്കിൽ ഒക്കെ വരുന്ന സൈഡിലൊക്കെ വരുന്ന ആ പോർഷനിലേക്ക് ഇതുപോലെ സാരി പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏകദേശം ബ്ലൗസിൻ്റെ ലെങ്ത്ത് തീരുന്ന വരെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്ത് സാരി റെഡിയാക്കി എടുക്കുക. അതിനുശേഷം സാരിയുടെ ബാക്കി പോർഷൻ ഫ്രീ ആയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ സാരിയിലേക്ക് അറ്റാച്ചാക്കി കൊടുക്കുന്ന പോർഷനിൽ നമുക്ക് ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. പക്ഷേ ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്താണല്ലോ, തേരല്ലല്ലോ. അപ്പോൾ ആ പോർഷൻ നമുക്ക് ചെറിയൊരു പടി എടുത്തിട്ട് അടിച്ച് മറിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെ 2 ഇഞ്ച് വീതിയിൽ സെയിം മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് ആ ബാക്കി വരുന്ന പോർഷനിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ വരെ എത്തി തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു 10-15 ഇഞ്ചോളം ഫ്രീ ആയിട്ട് സാരി കിടക്കുന്നുണ്ട്. ആ പോർഷനിലാണ് ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പം നല്ല വശത്ത് വെച്ച് ചെയ്ത് എടുത്തിട്ട് ചള്ളുവശത്തേക്ക് അടിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് നൂല് ഊരിപ്പോകാനും അതുപോലെ ഫിനിഷിങ് ഇല്ലാണ്ട് സാരി ഇരിക്കുന്നതിനും കാരണമാകും. അപ്പോൾ സാരിയുടെ അറ്റം വരെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്പം ലെങ്ത്ത് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് പതിച്ചടിക്കുക. അത് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മടക്കി കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ചെറിയൊരു പടി പോലെ വരുന്നുണ്ട്. ഇനി നമുക്കിത് കനം കുറഞ്ഞ തുണിയായിട്ട് ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പാടാണ്. അപ്പോൾ ലൈനിങ് പീസ് എടുത്തിട്ട് അതിൽ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും കേട്ടോ. പടിക്കൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. അപ്പോൾ പതിച്ചടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജ് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ സാരി പോർഷനിലേക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഗൗൺ സാരിയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 വള്ളി അടിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഇത് കെട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു തിരുത്തുണ്ട്. ഈ വള്ളി വെച്ച് കൊടുക്കേണ്ടത് ഈ അറ്റത്താണ് കേട്ടോ. നമ്മൾ ഉടുക്കുന്ന സൈഡിൻ്റെ അറ്റത്താണ് ഒരെണ്ണം വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം കൊളുത്ത് വെക്കുന്ന എഡ്ജിൽ നിന്ന് പറഞ്ഞു പോയി, അത് അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പോൾ ഓർക്കാതെ പറ്റിയതാണ്. നമ്മൾ റെഡി ടു വെയർ ചെയ്യുമ്പം അവിടെ ഒരു ഹുക്ക് കൊടുക്കാറുണ്ടല്ലോ, അത് ഓർത്തിട്ട് പറഞ്ഞാണ്. പിന്നെ നമ്മൾ ഉടുക്കുന്ന സൈഡിലാണ് ഒരു വള്ളി വെക്കേണ്ടത്. മറ്റേ വള്ളി നമ്മൾ ബ്ലൗസ് പീസിൻ്റെയൊക്കെ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് പോർഷനൊക്കെ വരില്ലേ, ആ ഏരിയയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ബ്ലൗസ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ നമ്മുടെ വള്ളി കെട്ടുമ്പം വരുന്ന ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ആയിട്ട് സൈഡ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലെ സൈഡ് വരുന്ന തയ്യലിൻ്റെ ആ പോർഷനിലോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇച്ചിരി നീങ്ങിയോ ഒക്കെ ആ ഒരു ഏരിയയിലേക്കാണ് അടുത്ത വള്ളി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കെട്ടി വയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഒരെണ്ണം ഒരറ്റത്തും മറ്റേ എണ്ണം ഒരു ബാക്ക് പോർഷൻ്റെ ഏരിയയിലേക്കുമാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ സാരിയുടെ കുറച്ച് ഭാഗം ഫ്രീ ആയിട്ടുണ്ടാവും. അതിനുശേഷം ബ്ലൗസ് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് അറ്റാച്ചാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നോടം വരെയാണ് ബ്ലൗസ് അറ്റാച്ചാക്കി കൊടുക്കുന്നത്. ഫ്രണ്ടിലെ പ്ലീറ്റ് തുടങ്ങുന്നിടത്തിലാണ് ബ്ലൗസിൻ്റെ ഹുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാനിത് ഉടുത്തതായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് വള്ളിയാണ് കെട്ടി കൊടുക്കേണ്ടത് കേട്ടോ. ഉള്ളിൽ വയറിൻ്റെ പോർഷനിൽ വള്ളി ആദ്യം തന്നെ കെട്ടിക്കൊടുത്ത് ടൈറ്റ് ചെയ്ത് എടുക്കണം. ഇതുപോലെ വള്ളി ഇതുണ്ടോ, ഈ പോർഷനാണ് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് റാപ്പ് ചെയ്ത് വള്ളി കെട്ടി കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഹുക്കിട്ട് കൊടുക്കേണ്ടത്. ഇതുണ്ടോ, ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലേക്കാണ് ഞാനിത് അടുത്ത വള്ളി കൊടുത്തേക്കുന്നത്. അത് ഉൾഭാഗത്ത് വെച്ച് വയറിൻ്റെ പോർഷനിൽ ഒന്ന് കെട്ടി കൊടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മുടെ ബ്ലൗസിന് ഹുക്കിട്ട് കൊടുത്ത് നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അറിയില്ലെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, അതേപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സാധാരണ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് ഇടുന്ന പോലെ നമുക്ക് ഈ ബ്ലൗസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഹുക്കുകളൊക്കെ കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വള്ളി ഒന്നെടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ പോർഷനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്നത്. അതൊന്ന് എടുത്ത് കൊടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് വള്ളിയുടെ ഉപയോഗം. അതിനുശേഷം ഹുക്സ് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് സാരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സാരിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്ലീറ്റ് വേണ്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.